മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 അതും ഒരു വർഷം വാറണ്ടിയിൽ വാങ്ങാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ അല്ലേ? നമുക്കിതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2022 സിംഗിൾ ഓണർഷിപ്പ് LXI ഓപ്ഷണൽ വണ്ടി. LXI ഓപ്ഷനിൽ എന്ന് പറയുമ്പോൾ ഓപ്ഷനിൽ വരുമ്പോൾ 2 എയർ ബാഗ് ABS ഉണ്ടാവും. ABS ഉണ്ടാവില്ല. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? സിംഗിൾ ഓണർഷിപ്പ് ആണ്, 26,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ലോ കിലോമീറ്റർ ഓടിക്കുന്ന ടയർ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,60,000. 3,60,000. ഇത് നമുക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് അല്ലേ? അതെ അതെ. അത് നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? 50,000 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് വാറണ്ടി കൊടുക്കേണ്ടത് പറഞ്ഞില്ലേ, ഏകദേശം ഒരു വർഷം വരെ വാറണ്ടി ഉണ്ടാവും. അപ്പോൾ പരിപൂർണ്ണ വിശ്വാസം വരെ എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഓൾട്ടോ കേട്ട നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്. VXI ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് രണ്ടാമത്തെയാണ്. കിലോമീറ്റർ 48,000. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വെഹിക്കിൾ. കമ്പനി സർവീസ് എല്ലാം ഉണ്ട്. ഈ VXI എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, റിമോട്ട് കീ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഇൻബിൽറ്റ് വരുന്നതാണ്. പിന്നെ സീറ്റ് കവേഴ്സ് കാണാനൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,20,000. 3,20,000. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. 50,000 ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ലോണും കാര്യമൊക്കെ വെറുതെ സെറ്റ് ചെയ്ത് തരും. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. ഇത് മാരുതി സുസുക്കിയുടെ സിയാസിലെ അത്യാവശ്യം അഡീഷണൽ വർക്ക് ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി വെഹിക്കിൾ. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം? 2018 സിംഗിൾ ഓണർ, 81,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ആൽഫ വേരിയന്റ് ആണ്, സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഇത് ആൽഫ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് എടുത്ത് പറയുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയുള്ളത്? പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ കാണാൻ വരുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് മാരുതിയുടെ നെക്സ കാറ്റഗറിയിൽ പെടുന്ന സിയാസ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2017 സെക്കൻഡ് ഓണർ VXI വണ്ടി. VXI വേരിയന്റ് പെട്രോൾ വണ്ടി. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 79,000 കിലോമീറ്റർ. ജനുവിൻ കിലോമീറ്റർ ലിസ്റ്റിംഗ് ആണല്ലോ. ഇതിലെന്തൊക്കെയാണ് VXI ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വിത്ത് റിമോട്ട്, ABS വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാണുന്നില്ലാത്ത നല്ല ക്വാളിറ്റി സെഡാൻ സെഗ്മെന്റ് വാഹനമാണ്. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. 5,70,000. 5,70,000 ചോദിക്കുന്ന പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാനൊക്കെ ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. ഈ ഒരു വാഗനർ ഏതാ മോഡൽ വരുന്നത്? 2016 വണ്ടി, സെക്കൻഡ് ഓണർ, 83,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഓട്ടോമാറ്റിക് വാഗണർ VXI AGS ആണ് വരുന്നത് അല്ലേ? ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. VXI 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാംപ്സ് കാണാനൊക്കെ വരുന്നുണ്ട്. ടയർ കാണാൻ കണ്ടീഷൻ അല്ലേ? എല്ലാം കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,50,000. 3,50,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ തന്നെ 50,000 ഡൗൺ പേയ്മെന്റ് ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ. ഈ ഓൾട്ടോ കേട്ടണിൽ നമ്മുടെ അടുത്ത് ഓട്ടോമാറ്റിക് മാനുവലൊക്കെ ഉണ്ടല്ലോ സ്റ്റോക്ക്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2017 സിംഗിൾ ഓണർ VXI ഓപ്ഷണൽ ഓട്ടോമാറ്റിക് വണ്ടി. VXI ഓപ്ഷണൽ ഓട്ടോമാറ്റിക്. ഈ ഓപ്ഷനിൽ എന്ന് പറയുമ്പോൾ ഡ്രൈവർ സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. കമ്പനി സർവീസ് എല്ലാം ഉള്ളതാണ്. ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,79,000. 3,79,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഒരു 50,000 ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ഇഷ്ടംപോലെ സെലീറിയ നമ്മുടെ അടുത്ത് ഈ ഒരു മാസം സ്റ്റോക്ക് ഉണ്ട്. അതും പല കളറിലും പല ബഡ്ജറ്റിലും പല വേരിയന്റിലും. നമ്മൾ സെലീറിയ നോക്കാൻ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അത്ര സെലക്ഷൻ ആണ് ഇപ്പോൾ നിലവിൽ ഷോറൂമിലുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2017 VXI ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 42,000. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? ടയറും കാണാൻ കണ്ടീഷൻ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് 4 ലക്ഷം രൂപയാണ് പ്രൈസ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെലീറിയുടെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2017 ZXI ഓപ്ഷണൽ. അന്നത്തെ കാലത്ത് ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 94,000. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഈ പറയുന്ന കിലോമീറ്റർ ഞങ്ങളൊക്കെ ഹിസ്റ്ററി ഉള്ളതല്ലേ? ഹിസ്റ്ററി ഞങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇതിന്റെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ബോണറ്റ് മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് സെന്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. മൈനർ റീപ്ലേസ്മെന്റ്. ഓക്കെ, ഗ്ലാസ് മാറിയിട്ടില്ല. ഓക്കെ, ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 3,70,000. 3,70,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് 50,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാം. ഒരുപാട് ചെക്ക് പോയിന്റ് കാര്യങ്ങൾ പാസ്സായിട്ട് ഓക്കെ മാത്രമാണ് ഈ പറയുന്ന വാറന്റി സർവീസും കിട്ടുള്ളൂ. മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം, അതും റെഡ് കളറിൽ സെലീറിയോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2014 LXI ഓട്ടോമാറ്റിക് ആണ്. LXI ഓട്ടോമാറ്റിക് ആദ്യത്തെ ഓപ്ഷൻ കേൾക്കണം. അത് 2014 കുറച്ച് വണ്ടികൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വണ്ടികൾ ബേസ് മോഡലിൽ സാധാരണ ഓട്ടോമാറ്റിക് വരാറില്ല. ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികളാണ് നമുക്ക് തന്നെ കാണാൻ പറ്റുള്ളൂ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 55,000 കിലോമീറ്റർ. സ്ട്രിങ് ആളൊക്കെ ഉണ്ട്. പ്രോപ്പർ കമ്പനി സർവീസിങ് ആളൊക്കെ ഉള്ള വണ്ടിയാണല്ലേ?
വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,25,000. 3,25,000 ചോദിക്കുന്ന പ്രൈസ്. ഇത് LXA വേരിയന്റ് ആണെങ്കിലും കുറച്ച് അഡീഷണൽ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ടല്ലേ? എന്തൊക്കെയാ വന്നിട്ടുള്ളത്? സ്റ്റീരിയോ വന്നിട്ടുണ്ട്, പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം LXA എന്ന് പറയുന്ന VXA മാറിയിട്ടുണ്ട്, കൺവേർട്ട് ആയിട്ടുണ്ടല്ലേ? സെലീറിയോ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ വേണമെങ്കിൽ മാനുവൽ, ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2017 വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്, VXA. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 49,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. VXA എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ആണ് VXA വരുന്നത്. അഡീഷണൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? സ്റ്റീരിയോ റിമോട്ട് കീ ചെയ്തിട്ടുണ്ട്. സാധാരണ VXA റിമോട്ട് കീയും സ്റ്റീരിയോ വരാറില്ല, അത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് 4,30,000. 4,30,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2021 വാഗണറാണ്, VXA ആണ്, 1 ലിറ്റർ എഞ്ചിൻ ആണ്. 1 ലിറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 37,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. പെട്രോൾ മാനുവൽ ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ കുറച്ച് മോഡൽ കൂടിയതുകൊണ്ട് നമുക്ക് ഇതിന് വാറന്റി ഉണ്ടാവും. നമുക്ക് ഇവിടെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സർവീസ് എല്ലാം ചെയ്തിട്ടാണ് വണ്ടി തരുന്നത്. വണ്ടി എടുത്തതിന് ശേഷം 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അതുകൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പാർട്സിന് 6 മാസത്തേക്ക് റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കുക. ഈ പറയുന്ന 6 മാസത്തെ വാറന്റിയും 3 ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ഏത് മാരുതിര സർവീസ് സെന്ററിലും. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ. നമ്മുടെ ലൊക്കേഷൻ പോപ്പുലർ ട്രൂ വാല്യൂ കോതമംഗലം. എന്റെ പ്രൈസ് വരുന്നത് 4,85,000. പ്രൈസ് 4,85,000 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. ചെറിയ മാറ്റം ഉണ്ടാവും. പോരാത്തതിന് മോഡൽ കൂടിയ വാഹനം ആയതുകൊണ്ട് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയാൽ മാത്രം. ഈ ഒരു റെഡ് വാഗനറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2013 സിംഗിൾ ഓണർ, 37,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഏത് വേരിയന്റ്? VXA ആണ്. VXA വേരിയന്റ്, പെട്രോൾ മാനുവൽ. ഈ ഓടിക്കുന്ന കിലോമീറ്റർ ഹിസ്റ്ററിങ്ങളൊക്കെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയർസ്, 4 ടയറും പുതിയതാണ്. 4 പുത്തൻ ടയേഴ്സ് ഉള്ള ഒരു വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,30,000. 3,30,000 രൂപ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വാഗനറിന്റെ ഡീറ്റെയിൽസ് 2015 VXA സിംഗിൾ ഓണർ ആണ്, 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXA മാനുവൽ ആണല്ലേ? അത് ചില ഫീച്ചേഴ്സും VXA. ഓക്കെ. ഇത് അഡീഷണൽ നമുക്ക് ചെയ്തേക്കുന്ന വണ്ടി അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 3,60,000. 3,60,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ഒരു ലോ ബജറ്റിൽ നല്ലൊരു ചെറുവാഹനം നോക്കുന്ന കസ്റ്റമേഴ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഹ്യുണ്ടായിയുടെ ഇയോണിലെ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇയോൺ 2014 ഡിലൈറ്റ് എന്നുള്ള വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ, കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ചെറുവാഹനാണ്. മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമല്ലേ? ഇത് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ബേസ് മോഡലാണ്. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ് കമ്പനി വരുന്നത്. റിമോട്ട്, സ്റ്റീരിയോ, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ്. പോലെ ഓക്കെ. ടയർ ഞങ്ങൾക്ക് കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇപ്പോൾ ലോണിലാണ് എടുക്കുന്നതെങ്കിൽ 50,000 ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും.